അപ്പം നിങ്ങൾ നോക്കി, ഇതാണ് സ്ഥിതി. ഈ ബീരാവിലെ അംഗീകൃതരായ അംഗീകരിക്കപ്പെടുന്ന ശൈഖന്മാർ ഔലിയാക്കന്മാരാണ്, അതിൽപ്പെട്ട ആളാണ് ബീരാനൗലിയ പാപ്പ. അതിൻ്റെ ദിക്റാപ്പത്. ഇപ്പം അംഗീകരിക്കാത്തതിൻ്റെ കോലം പറഞ്ഞല്ലോ. അവങ്ങൾ നോക്കി, ഇതോ ഇജാതി ദിക്റൊക്കെ നമുക്ക് വേണോ കൂട്ടരെ? ഞങ്ങൾ എന്താ പറയുക, ദിക്റില്ല എന്നാൽ ഇസ്ലാം പഠിപ്പിച്ച ദിക്റുണ്ട് ഇഷ്ടംപോലെ. ആ റസൂലുള്ളാഹി പഠിപ്പിച്ച ചിലക്ക് ചൊല്ലിക്കോ, ഒരു തർക്കമില്ല. പക്ഷെ അതിനൊരു പ്രത്യേക റസൂല പഠിപ്പിക്കാതെ പ്രത്യേക സമയവും കാര്യങ്ങളും നിങ്ങൾ നമ്മളെ വെക്കണ്ട, നമ്മൾ ചൊല്ലണം, ഒരു തർക്കമില്ല. ഈ ജാതി ദിക്ർ ഇസ്ലാം പഠിപ്പിച്ചോ? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ ആൾക്കാർ, അത് പറഞ്ഞ ഔലിയപ്പാപ്പ പറഞ്ഞ് കുറേ ആൾക്കാർ, അതൊക്കെ നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇനി ചില ഔലിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മളെ കല്ലൂർ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പറയാണ്, മൂപ്പർ മരിച്ചുപോയി. മൂപ്പർ പറയാണ് എന്ത്, പിന്നെ ഇങ്ങനെ കല്ലൂർ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പറഞ്ഞത്, ചില ഔലിയാക്കന്മാരുണ്ട് എന്താ പോലെ ദിക്റിൻ്റെ കഥ. ചില പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓലെ ചുണ്ട എപ്പോഴും ഇങ്ങനെ ഇംഗ്ലീഷ് മീൻ്റെ അരിക്കാരായിരുന്നു. അപ്പോൾ ഈ അക്വരത്തിലേക്ക് വളർത്തുന്ന മീനിനെ പറ്റി പറഞ്ഞു, ഇംഗ്ലീഷ് മീൻ്റെ ചുണ്ട ഇളകിക്കൊണ്ട് കയറാം. ദിക്റല്ലല്ലേ, ദിക്റല്ലാണോ? അല്ല, ഒന്ന് കേട്ടാലും ഇവർ പറഞ്ഞു. മൂപ്പരെ ഒരു മോചേരെ ചെയ്ത്താൻ പറ്റിക്കലെങ്ങനെ? കള്ളു കുടിച്ചിട്ടാ? മോചേരെ വരി, നമ്മൾ കള്ളശാപത്തൊന്നും കരുതുന്നു, ലേശം കുടിച്ചു പോകാൻ പുറത്ത് പാളം ചുട്ടേണ്ടി വരൂലേ? മോചേരെ അങ്ങനെ കൊണ്ടുപോകില്ല. ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല. അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട്. മൂജേരെ കൊണ്ടുപോകേണ്ട വഴിക്ക് കുറച്ച് ദിക്റാക്കുക. ആദ്യം കുറച്ച് ഇടിമുട്ടിൻ്റെ അല്ല കജ്ജിൽ, അതിങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കുക. എപ്പോഴും ഇംഗ്ലീഷ് മീൻ്റെ മാതിരി ചുണ്ടാനിയെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചും വലിയ ദാക്കിറാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീൻ എപ്പോഴും അതിൻ്റെ ചുണ്ടാനിയെ കൊണ്ടുക്കും. അത് ദിക്റല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദിക്റ ഭയങ്കര ദിക്റാണ്. നെറ്റിമല ചൂട്ടുകണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ള അവളടുത്തോട്ടെ, നമ്മളവിടെ അടുക്കണ്ട. ഓല് പടച്ചോനൊക്കെയുള്ള സ്വന്തം ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ അടുക്കണ്ട. ഇതാണ് സംഗതി. അപ്പോൾ ദിക്ർ അതിൻ്റെയൊക്കെ കോലം നിങ്ങൾ കണ്ടല്ലോ, മനസ്സിലാക്കിയല്ലോ. ഇനി അമ്പലക്കടവ് പറയാൻ പോവാണ്. ചില ശൈഖന്മാർ കറാമത്തായിട്ട് ഇങ്ങനെ പറയാണ്, ഒരാളെ അടുത്ത് ചെന്നാൽ മൂപ്പർ പെരപ്പണിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതിക്ക് വേണ്ടി നമ്മളൊരു പിന്നെ നിങ്ങളിങ്ങനെ പെരപ്പണി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെടുത്ത് ചെന്നാൽ ഒരു 5 ഉറുപ്പ്യൻ്റെ കോയിനൊക്കെ നമ്മളെ കയ്യിൽ വെച്ച് വരും. ഇത് കയ്യിൽ വെച്ച് ഓർഞ്ഞുണ്ട്. അത് ആദ്യം അമ്പലക്കടവ് അംഗീകരിക്കും. പിന്നെ ആ ജാതി ചില ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് കല്ലൂർ എതിർക്കും. ആദ്യം അമ്പലക്കടവ് പറഞ്ഞത് കേട്ടാളേ, മഹാന്മാർ നമ്മുടെ കയ്യിലേക്ക് ഒരു വീട് ഞാൻ പണി തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഒരു 5 രൂപയുടെ കോയിൻ നമ്മുടെ കയ്യിൽ വെച്ച് തന്നാൽ ആ പണം സൂക്ഷിക്കുമ്പോൾ അതിനൊരു ബറക്കത്തുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ അത് ബറക്കത്തുണ്ട്. മൂപ്പര് അതിനെപ്പറ്റി പറയാണ്. ഇനി ഇങ്ങനെ ചില ആൾക്കാർ ചെയ്യലുണ്ട്, അതിലുള്ള സംഗതിയും കാര്യങ്ങളും ഇയാൾ എതിർക്കണമെന്ന് കേട്ടാൽ ഇല്ല. പിന്നെ കറാമത്തുകൾ ധാരാളം കാണും. ഇപ്പം വലിയ കേസതാ, ഒരുത്തൻ്റെ തലവേദന മാറിയ കറാമത്തായി. എന്താ നിങ്ങൾ പറയുന്നത്? അൽഷിഫയെ കൊണ്ടുപോയി, മൗലാനെ കൊണ്ടുപോയി, എന്നിട്ടൊന്നും സുഖമില്ല. ഷെയ്ഖ് ഒരൊറ്റ ഊത്ത അവിടെയാണ് നിന്ന് ബംബാലല്ലേ ഇത്, ഒറ്റ ഊത്തിൽ നിൽക്കാൻ ഈ ഒരൊറ്റ ഊത്തിലാട് നിന്ന്. അപ്പം അതിൽ കറാമത്തായി. അതേപോലെ തന്നെ ഓരോ മറ്റവരെ കാലിന് ചെറിയൊരു മുറിയുണ്ട്. ഇനി ഷെയ്ഖ് ഇങ്ങനെ നോക്കിയിട്ട്, ഇവിടുത്തെ ഷെയ്ഖിൻ്റെ വർത്താനല്ലേ അവന് മൊത്തത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഒരൊറ്റ നോട്ടം ആ മുറി പോയ ബജ്ജ് കണ്ടില്ല. ഇങ്ങനെ ഓരോരുത്തർക്ക് തലവേദന മാറിയാൽ അല്ലെങ്കിൽ ഓൻ്റെ പൊരെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ശരിയാവോടാ പോയിക്കോ, അത് കയ്യിൽ വെച്ചോ പറഞ്ഞ് പിന്നെ ആ ഉള്ളിടത്തു നിന്നൊക്കെ കടം വാങ്ങി കണ്ട് ഇതുണ്ടാക്കി. അപ്പോൾ ആ തന്നതുണ്ടല്ലോ വല്ലാത്ത പൈസയാണ്. കാരണം ഇതോ വാങ്ങിയതൊക്കെ. അപ്പം ഇതൊക്കെ കറാമത്തായി കാണുന്നത്. കറാമത്ത് വെളിവാകാനാണ് വലിയൊരു കേസുള്ള കാര്യമല്ല. ഈ കുട്ടികൾ, ചെറിയ മക്കൾ ഇങ്ങനെ കരയുമ്പോൾ ആ കരച്ചിൽ വല്ലാതെ ശല്യമാകുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ കളിച്ചാൻ വേണ്ടിയിട്ടുള്ള ഈ പി കൊടുക്കൽ എന്ന മാതിരിയുള്ള ചെറിയ പരിപാടിയാണ്. കറാമത്തല്ല, ഇസ്തിഖാമത്താ വലിയ മക്കാമ്. അതാണ് അതിൻ്റെ കഥ. ഇപ്പം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യം, നല്ല അസൽ വിശദീകരണമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ യഥാർത്ഥ ഔലിയാക്കന്മാരെ എതിർക്കണില്ല, യഥാർത്ഥ ദിക്റിനെ കുറ്റം പറയില്ല, യഥാർത്ഥ സ്വലാത്തിനെ കുറ്റം പറയില്ല. ഇത് നമ്മൾ ചെയ്യണത്. ഇസ്ലാം ഇല്ലാത്ത പോലെ ആര്യ സ്വലാത്തൊക്കെ ഉണ്ടല്ലോ, ആ ജാതി സംഗതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്യാൻ പാടില്ല, തെറ്റാണെന്ന് പറയുന്നു. ഇസ്ലാം ഉള്ളതോ അത് ചെയ്തോ, ഒരു തകരാറും അതിനില്ല. ഇല്ലയെന്ന് മാത്രമല്ല, ചെയ്യേണ്ടതാണ്. ഇനി സഹോദരങ്ങളെ, വേറൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? പിന്നെ എന്താണ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാനൊരു സംഘടനാ പ്രശ്നത്തിൽ കിടക്കല്ല. എന്താണെന്നറിയോ? ഞങ്ങളെ പറ്റി പറയില്ല, ഞങ്ങളിവിടെ കാഫിറാക്കുന്നു അല്ലേ?
എന്നാൽ നമ്മൾ ഇന്ന ശിർക്കാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇന്ന ശിർക്കാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്നാൽ സഹോദരങ്ങളെ എങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളാണോ യഥാർത്ഥത്തിൽ ഇവിടെ കാഫിറാക്കി? ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ മുമ്പ് വലിയ ചർച്ച ഉണ്ടായിരുന്നു, EK അബൂബക്കർ മുസ്ലിയാരെ ഉള്ളാൾ തങ്ങൾ കാഫിറാക്കി എന്നും പറഞ്ഞിട്ട് മസാല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടു എൻ്റെ ഓർമ്മ ഇട്ടുണ്ടല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മളെ മറ്റേ തൊഴിയൂർ സക്കാഫി പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഉള്ളാൾ തങ്ങൾ പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളാൾ തങ്ങൾ പറഞ്ഞ് ഞാനല്ല പറഞ്ഞ CM ആണ് പറഞ്ഞത് എന്നാ. ഇനി അതിനെ വെച്ചുകൊണ്ട് ഒരു സ്വലാഹുദ്ദീൻ ഫൈസി എന്ന് പറയുന്ന ആളുണ്ട്, നമ്മൾ അമ്പലക്കടവിൻ്റെ ടീമാണ്. ആ ഫൈസി പറയുന്ന ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത്. മൂപ്പർ പറയുകയാണെന്ത്, ഇവർ ശംസുൽ ഉലമയെ കാഫിറാക്കി, എന്നിട്ട് ആകെ പ്രശ്നമായ പോലെ പറഞ്ഞത് എന്ത്, അത് നമ്മളല്ല CM ആണ് കാഫിറാക്കിയത് എന്ന് പറഞ്ഞു. CM ജീവിച്ചിരിക്കുന്ന കാലാണ് നമ്മൾ ചോദിക്കരുത്, ഇപ്പോൾ മരിച്ചു പോയല്ലോ നോക്കണം. ഞാൻ അത് പറയാമെന്ന് പറഞ്ഞത്, CM ജീവിച്ചിരിക്കുന്ന കാലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ചോദിച്ചു നോക്കാൻ, ഇപ്പോഴോ മരിച്ചു പോയില്ലേ. പണ്ട് ശംസുലമ കാഫിറാണെന്ന് പറഞ്ഞു. ഞാനല്ല പറഞ്ഞത് ശംസുലമ കാഫിറാണ് എന്ന് ബഹുമാന്യനായ ഉള്ളാൾ തങ്ങളോട് മംഗലാപുരത്ത് ചോദിച്ചു. അതിലെന്താ പറഞ്ഞത്? സ്വന്തം ശേഖരിലൊക്കെ മടവൂരിക്ക് അങ്ങോട്ടിട്ടു. മടവൂര് പറഞ്ഞതാണ്. വഫാത്തായതിന് ശേഷമാണെന്ന് പറയുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ മടവൂരോട് അന്വേഷിക്കാമായിരുന്നു. കാരണം സ്വന്തം മടവൂരിന്റെ ശിഷ്യനാണ് മഹാനായ മടവൂര് ശംസുലമയുടെ ശിഷ്യനാണ്. ശംസുലമയിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച മഹാനാണ് CM വലിയുല്ലാഹി. മഹാനവകൾ ശംസുലമ കാഫിറാണ് എന്ന് പറഞ്ഞു എന്ന് വഫാത്തിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ മുമ്പ് പറഞ്ഞ കള്ളിപൊളി നോണ പുറത്തു ചാടും. അതുകൊണ്ടാ ശേഷം പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഒരു കള്ളി ഇവിടെ പൊളിഞ്ഞ്, ഔലിയാക്കന്മാരെ ജീവിതം മരണവും സമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാക്കല്ലേ? അതോ അക്കള്ളി പൊളിഞ്ഞില്ലേ? ഇപ്പോൾ അക്കള്ളി പൊളിഞ്ഞില്ലേ? ഇതാണ് സംഗതി. CM ജീവിച്ചിരിക്കുന്ന കാലാണെങ്കിൽ ചോദിക്കേനി അന്വേഷിക്കേനീ, മരിച്ചു പോയില്ലേ ഇനിയിപ്പോൾ അന്വേഷിക്കാൻ വയ്യ. ഇത് ഞാൻ പറഞ്ഞു, ഇത് സംഘടനാ ഗ്രൂപ്പ് വരല്ല, അത് പറഞ്ഞിട്ട് ആവശ്യപ്പെടില്ല. കാരണം അമ്പലക്കടവ് അജാദിലേക്ക് കടന്നിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് പറയുകയാണെങ്കിൽ, ഏത് വിഭാഗത്തിൽ നിന്നായാലും പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നോക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാ. ഇന്ന് പതായന്മാർ വളരെ നല്ല മട്ടത്തിലാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പറഞ്ഞെന്താണ്, സഹാബത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ അംഗീകരിക്കണം എന്നല്ലേ? അത് അമ്പലക്കടവ് തന്നെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കുക. സഹാബത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ സ്വീകരിക്കണം. ഞങ്ങളോ മുജാഹിദീങ്ങളെ സ്വീകരിക്കൂല അത്രേ. പിന്നെ ഇവരാ സ്വീകരിക്കുന്നത്രേ. സ്വീകരിക്കുന്ന കോലപ്പങ്ങൾ കണ്ടല്ലോ. ഏത് തരത്തിലുള്ള വിശദീകരണമാണ് നാം അംഗീകരിക്കേണ്ടത് എന്നതാണ് പ്രധാനം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും ഏത് തരത്തിലുള്ള വ്യാഖ്യാനമാണ് നാം ശരിവെക്കേണ്ടത് എന്നതാണ് പ്രധാനം. സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും നബി തങ്ങളുടെ കൂടെ ജീവിച്ച 1,00,000-ൽ പരം തന്റെ അനുകരണീയരായ അനുചരന്മാർ സ്വഹാബാക്കിറാം എന്ത് വിശദീകരണമാണോ കൊടുത്തത്, എന്ത് വ്യാഖ്യാനമാണോ കൊടുത്തത്, എന്തൊക്കെ അടിക്കുറിപ്പുകളാണോ കൊടുത്തത്, അതാണ് യഥാർത്ഥ വ്യാഖ്യാനമെന്ന് അംഗീകരിക്കുന്ന വിഭാഗമാണ് സുന്നത്ത് ജമാഅത്ത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സ്വഹാബത്ത് വിശദീകരണം കൊടുത്തു. വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിച്ചിട്ട് സ്വഹാബത്ത് ദീനിന്റെ നിയമങ്ങളായി എന്താണ് നമുക്ക് ആവിഷ്കരിച്ച് നടപ്പാക്കി തന്നത്? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിച്ച സ്വഹാബത്ത് ദീനിന്റെ നിയമങ്ങളായി എന്താണ് ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നത്? അത് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും സമ്പൂർണ്ണ രൂപമെന്ന് സുന്നത്ത് ജമാഅത്ത് ശരിവെക്കുന്നു. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഖുർആനും ഹദീസിനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് എന്താണ് വ്യാഖ്യാനം നൽകിയത് അത് സ്വീകരിക്കുക, അതിൻ്റെ ആൾക്കാരാണ്. അപ്പൊ ഇവിടെ മൂപ്പര് ഇസ്തിഗാസക്കൊക്കെ ചില തെളിവ് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അതിന് മൂപ്പര് പറഞ്ഞൊരു സംഗതിയാണ്, ഒരു ന്യായം. എന്താണ്? രോഗം മാറാൻ മരുന്ന് അല്ല കാരണാക്കി. ഇതുപോലെ അമ്പിയ ഔലിയാക്കന്മാരെ നമ്മളെ കാര്യങ്ങൾ ഹാസലായി കിട്ടാൻ കാരണാക്കി. അത് സഹാബത്തിന് തിരിഞ്ഞില്ലേ? ഈ മാനദണ്ഡം അങ്ങോട്ട് വെക്കി നിങ്ങൾ. ഇത് ഞമ്മക്കാ തിരിഞ്ഞ്, സഹാബത്ത് തിരിഞ്ഞില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഒരിക്കലെങ്കിലും പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടിയോ? ഇല്ല. സ്വഹീഹായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. സ്വഹീഹായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഇവിടെ പറഞ്ഞൊരു സംഗതി എന്താണ്? ഒരു കണ്ണ് കാണാത്ത ആള് റസൂലുള്ളാഹിന്റെ അരികെ വന്നിട്ട് പറഞ്ഞു, റസൂലേ എനിക്ക് കണ്ണ് കാണാൻ വയ്യ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ദുആ ചെയ്യണം നബിയേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്തു? അതിന് ദുആ പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി ദുആ ചെയ്തു. ഒക്കെയാണ് ഇത്
എന്താ വിഷയം? നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് പരസ്പരം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറയാ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് എനിക്ക് ഇങ്ങോട്ട് പറയാം, നിങ്ങൾക്ക് എന്നോട് പറയാ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നമുക്ക് പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിലല്ല ആ ദുആ നടത്തുന്നത്. ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് ആ സഹാബി ദുആ നടത്തുന്നത്. ഒന്ന്, അവിടെ യാ മുഹമ്മദ് എന്നില്ലേ എന്നാണ് വലിയ വിഷയം. ആ ദുആയിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ലേ, അതോടുന്ന റസൂലുള്ളാഹി മുമ്പിൽ നബിയെ നിങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് തേടുന്നു, നിങ്ങളുടെ ദുആ കൊണ്ട് തേടുന്നു. അപ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ് ഈ സഹാബി വന്ന് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞത്, നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാ നിങ്ങൾക്ക് നല്ലത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യ് റസൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ ദുആ ചെയ്തു. ഇതല്ലേ വിഷയം? ഇതിലിവിടെ തർക്കമുണ്ടോ കൂട്ടരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചക സന്നിധാനത്തിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇവിടെ തർക്കമുണ്ടോ? ഇല്ല. ഇതാണോ ഇവിടെ തർക്കം? പ്രവാചകൻ വഫാത്തായി പോയി, മുഹീദ്ദീൻ ഷെയ്ഖ് വഫാത്തായി പോയി, ഇനി അവരോട് തേടാൻ ഇത് രേഖയാണോ? ഏതെങ്കിലും ഒരു സഹാബി ഇത് തെളിവാക്കിക്കൊണ്ട് അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയ സ്വഹീഹായ, അടിവരട്ട് മനസ്സിലാക്കണം, ചില റിപ്പോർട്ടുകൾ ഉദ്ധരിക്കാറുണ്ട്, സ്വഹീഹായ വല്ല റിപ്പോർട്ടും ആ വിഷയത്തിലുണ്ടോ? ഇല്ല. അപ്പൊ സഹാബത്ത് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഈ ഇസ്തിഗാഥ കയ്യിൽ തെളിവില്ല. ഇനി സഹാബത്ത് ചെയ്തത് എന്താ? ഞാൻ വായിച്ചുതരാം. സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാ വന്നഹ്യു അനിൽ ഇബ്തിദാ എന്ന കിതാബിൽ പറയുന്ന ഭാഗം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. സഹാബത്തിനെ അംഗീകരിക്കണം എന്നല്ലേ പറഞ്ഞ്, അവർ വ്യാഖ്യാനം അംഗീകരിക്കണം എന്നല്ലേ പറഞ്ഞ്, അവർ അടിക്കുറിപ്പ് മനസ്സിലാക്കണം സ്വീകരിക്കണം എന്നല്ലേ പറഞ്ഞ്. കേട്ടോ, സുയൂത്തി പറയാണ്, വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വഖദ് അജ്ദബു മറാത്ത്, പല തവണ അവർക്ക് വരൾച്ചയുണ്ടായിട്ടുണ്ട്, വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വദഹമതുഹും നവാഇബു, അവർക്ക് ധാരാളം വിപത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ബഅദ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ സഹാബത്തിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാഫു ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അക്റമുൽ ഖൽഖി അലല്ലാഹ്. എന്താ അദ്ദേഹം പറയുന്നത്? എന്നിട്ട് എന്തേ പ്രവാചകന്റെ വഫാത്തിന് ശേഷം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സഹാബി പ്രവാചകന്റെ ഖബറിൽ വന്നുകൊണ്ട് മഴ തേടിയില്ല, മഴയ്ക്ക് വേണ്ടി സഹായം ചോദിച്ചില്ല, ആ ഇസ്തിഗാഥ ചെയ്തില്ല. വസ്തഗാഫു, എന്തുകൊണ്ട് അവർ ഇസ്തിഗാഥ ചെയ്തില്ല? വഹുവ അക്റമുൽ ഖൽഖി അലല്ലാഹ്, അല്ലാഹുവിൽ ഏറ്റവും ഉത്തമനായ സൃഷ്ടി അദ്ദേഹമാണല്ലോ. മറിച്ചെന്താ സ്വഹാബത്ത് ചെയ്തതെന്നോ? ബൽ ഖറജ ഫീഹിം സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിൽ അബ്ബാസി അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ലാ. മറിച്ചെന്താ ചെയ്തതെന്നോ സഹാബത്ത്? ആ സഹാബികൾപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് മുസല്ലയിലേക്ക് പോകുന്നു. ഫസ്തസ്ഖാ ബിഹി, എന്നിട്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തുന്നു. വലം യസ്തസ്ഖൂ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ അവർ ഇസ്തിസ്ഖാ നടത്തിയില്ല. ഒരൊറ്റ സഹാബിയും ചെയ്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണം. ആ സഹാബത്തിന്റെ മാർഗത്തിൽ വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാഥയുണ്ടോ? ഇല്ലെന്നാണ് സുയൂത്തി തന്നെ പറയുന്നത്, തന്റെ അൽ അംറു ബിൽ ഇത്തിബാ വന്നഹ്യു അനിൽ ഇബ്തിദാ എന്ന കിതാബിൽ പറയുന്നത്. ഇന്നൊരു പറഞ്ഞു മരിച്ചോല് കേൾക്കും. എന്താ തെളിവ്? ആ ചെരുപ്പിന്റെ വാറ് വരെ കേൾക്കുമെന്ന് ഹദീസിലില്ലേ? അത് ആ നിലക്ക് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നമ്മൾ തൽക്കാലം എടുക്കുക. എന്നാൽ തന്നെ സഹോദരങ്ങളെ, ഈ നമ്മൾ അങ്ങോട്ടൊരു കാര്യം പറയുകയും ഒരു സഹായം തേടുകയും ആ സഹായം തേട്ടം അവർ കേൾക്കുകയും അതിനവർ ഉത്തരം ചെയ്യുകയും എന്നുള്ള രേഖ എന്താണ്? ഒന്ന്,
2, ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പട്ടികയെ പോലെ ആവില്ലേ? പട്ടിക മറക്കരുത്. പട്ടിക കൊണ്ട് തലക്കടിച്ചില്ലേ, മറക്കരുത്. അപ്പൊ സഹോദരങ്ങളെ, അത് കേട്ട, അത് മനസ്സിലാക്കി, ഏതെങ്കിലും ഒരു സഹാബി മനസ്സിലാക്കി, ഓ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മറ്റാരോടെങ്കിലുമോ ഇസ്തിഗാഥ ചെയ്യാൻ തെളിവാണെന്ന് മനസ്സിലാക്കിയില്ല. ഇനി ഈ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേൾക്കുന്നു പറഞ്ഞ മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ലാത്തോലും കേൾക്കൂലേ? അപ്പൊ ഓലോടും തേടാനാണോ? അതാണ് മൊയ്ലിയന്മാരെ വാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഹദീസ് ഇവർ, ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഏത് ആയത്ത് ഉദ്ധരിച്ചാലും ഏത് ഹദീസ് ഉദ്ധരിച്ചാലും ഈ ആയത്തും ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എങ്ങനെ മനസ്സിലാക്കി, സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സഹാബത്ത് എങ്ങനെ ഈ ആയത്തും ഹദീസും മനസ്സിലാക്കി എന്ന് അന്വേഷിച്ച പ്രശ്നം തീരൂലേ? അപ്പൊ സഹോദരങ്ങളെ, അതും മനസ്സിലാക്കുക. നിങ്ങൾ നോക്ക്, അള്ളാന്റെ കൈ എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കലുണ്ട്. മുജാഹിദീങ്ങൾ അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന് പറഞ്ഞ പോലെ, കാലുണ്ടെന്ന് പറഞ്ഞ പോലെ, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ പരിഹാസം ഉണ്ടാവില്ല. നമ്മൾ ഖുർആനിലും ഹദീസിലും വന്ന അള്ളാഹിൻ്റെ സിഫത്തുകൾ ആ നിലക്ക് പറയുന്നല്ലാതെ നമ്മളവ വ്യാഖ്യാനത്തിന് പോകില്ല. കൈ ഉണ്ടെന്ന് പറഞ്ഞാൽ കൈ നമ്മളെ മനുഷ്യന്മാരെ കൈമാരി അവയവമായി നമ്മളൊന്നും പറയാൻ പറ്റൂല. അതിന് ബാഹ്യാർത്ഥം മാത്രം പറഞ്ഞു പോവുക എന്നല്ലാതെ വിശദീകരണത്തിൽ പോകാൻ പറ്റൂല, അത് നിഷേധിക്കാനും പറ്റൂല. ആ യാഥാർത്ഥ്യം അമ്പലക്കടവ് വരെ പറയുന്നു. മൂപ്പര് പറയാണ്, 2 വിശദീകരണമാണ് അതിൻ്റെ തഫ്സീറിലൊക്കെ കാണുക. ഒന്നെന്താണ്? ഒന്ന്, കൈ യദുള്ള അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് പിന്നെ നമ്മുടെ കൈ പോലല്ല, അള്ളാഹുവിൻ്റെ സ്ഥാനത്തിനൊത്ത ഒരു കൈ. നമ്മൾ പറഞ്ഞ അതേ വ്യാഖ്യാനം നമ്മൾ അത്രേ പറഞ്ഞുള്ളൂ. ഒരു വ്യാഖ്യാനം മുഫസ്സിരിങ്ങൾ പറഞ്ഞാൽ അതാണ്. രണ്ടാമത്തതോ ആധിപത്യം എന്നാണ്. അത് വിശദീകരണമാണ്, അങ്ങനെ വിശദീകരിക്കാൻ പാടില്ല എന്നുള്ള വേറെ വിഷയം. ഏതായിരുന്നാലും ആ ആദ്യ ഭാഗം നമ്മൾ ഈ പറയുന്ന അതേ സംഗതി മൂപ്പരും സമ്മതിക്കുന്നു എന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. 2 തരം വിശദീകരണങ്ങളാണ് നമ്മുടെ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല. അള്ളാഹുവിനോട് യോജിച്ച ഒരു തരം കൈ ഏത് എന്ന് വെക്കണം. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കൈ എന്തായാലും അല്ല, കാരണം അങ്ങനത്തെ കൈ അള്ളാഹ്ക്കില്ലല്ലോ എന്ന് പറഞ്ഞു വിടും നമ്മുടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദാരത എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടും. ഇങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ. അതിൽ ആദ്യഭാഗം ഞാൻ പറഞ്ഞത് മുജാഹിദീങ്ങൾ പറഞ്ഞ അതേ വാദം മൂപ്പരും അംഗീകരിച്ചു, സമ്മതിച്ചു, നല്ല കാര്യം തന്നെ എന്ന നിലക്കാണ് ആ കാര്യം നിങ്ങൾ അറിയിച്ചത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ഞാൻ പറയുന്നത് ഈ വിഷയം വെച്ചിട്ട് മറ്റേ വിഭാഗം നല്ലോ കളിയാക്കലുണ്ട്. നമ്മളെ അള്ളാൻ അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗണപതിമായി എന്നൊക്കെ പറയലുണ്ട്. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹിനെ പറ്റി അള്ളേ റസൂൽ പറഞ്ഞേ വിശ്വസിക്കല്ലേ നമുക്കറിയോ? അതിനപ്പുറത്ത് പോകാൻ പറ്റുമോ? ഇല്ല. അതേ നമ്മൾ പറഞ്ഞുള്ളൂ. പറഞ്ഞേ നിഷേധിക്കാൻ പറ്റുമോ? പറ്റൂല. അമ്പലക്കടവ് പറഞ്ഞ ആദ്യ ഭാഗം ഉണ്ടല്ലോ, അത് വളരെ ക്ലിയറാണ്. ഇനി സഹോദരങ്ങൾ, വേറൊരു സംഗതി എന്താ പറയുക, പിന്നെ അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നമ്മൾ അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ നമ്മൾ സ്വീകരിക്കണം. തർക്കമുണ്ടോ? തർക്കമില്ല. എന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അംഗീകരിക്കണം എന്ന് പറയുന്ന ഇവരുടെ സ്ഥിതി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ മൗലിദ് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് ഇവരെന്നെ സമ്മതിക്കും. ഇത് ഈ വിഭാഗത്തിൻ്റെ അൽ മുഅല്ലിം മാസികയുടെ കോപ്പിയാണ്, 2006 ഏപ്രിൽ. ഇതിൽ പറഞ്ഞ സംഗതി നമുക്ക് ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അൽ മുഅല്ലിം എന്നിട്ട് പറയാണ്, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നബി തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടും ഇല്ല. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെ ഒരു ഏർപ്പാടില്ല. മൗലിദാഘോഷം ഒരാളുടേതുമില്ല. ഒരു പുണ്യപുരുഷന്റെയും മൗലിദാഘോഷിക്കുന്ന ഏർപ്പാട്, ജന്മദിനാഘോഷിക്കുന്ന ഏർപ്പാട് ഇല്ല. അൽ മുഅല്ലിം മാസിക പറയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു ഇല്ലാത്ത ആഘോഷം നമ്മൾ പിന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലാഹും റസൂലും പഠിപ്പിച്ചോ? റസൂലുള്ളാഹി പഠിപ്പിച്ചോ? ഇല്ല. സഹാബത്ത് പഠിപ്പിച്ചോ? ഇല്ല. ആ മാർഗത്തിൽ അതിലില്ലാത്ത പിന്നെ ദീനായിട്ട് നമ്മൾ കൂട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് പിന്നെ ദീനിൽ പുതിയതായി ഉണ്ടാക്കലാണ്. ഇത് റിസാലയാണ്, നബിദിന പതിപ്പ് 987 87 പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണെന്ന് അർത്ഥം. ഇത് ഈ പറയാണ്, നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം.
അപ്പോൾ പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് അത്ര ഇത്. അപ്പോൾ ചുരുങ്ങിയ പെരുന്നാളിൻ്റെ പൗതി തെളിവെങ്കിലും വേണ്ടേ? പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാകുമ്പോൾ അതിന് പൗതി തെളിവെങ്കിലും വേണ്ടേ? തെളിവില്ല എന്നാണ് അൽ മുഅല്ലിം മാസിക പറഞ്ഞത്. ഇനി നമ്മുടെ വക കൂട്ടിയാലോ? ശരിക്കും ആലോചിച്ചോ, റബീഉൽ അവ്വൽ വരാൻ പോവാണല്ലോ, ശരിക്കും ആലോചിച്ചോളി. ആ ബിദ്അത്ത് നമ്മൾ പോകണ്ട. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചതിനെ ചോദ്യം ചെയ്യലല്ലേ പിന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആണ്. അതല്ലേ ഇമാം മാലിക് പറഞ്ഞത്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹാ ഹസനാ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാം ദീനിൽ പുതുതായിട്ട് വല്ലതും ഉണ്ടാക്കിയാൽ, എങ്ങനെയാ ഉണ്ടാക്കുന്നത്? നല്ലതല്ലേ, പുണ്യമല്ലേ, ഖൈറല്ലേ എന്ന് വിചാരിച്ചാ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് അവൻ വാദിക്കുന്നത്. ലിഅന്നല്ലാഹ തആല യഖൂലു, കാരണം അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ ഫമാലം യകുൻ യൗമ ഇദിൻ ദീനാ ലാ യകൂനുൽ യൗമ ദീനാ. അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല. ആരാ പറഞ്ഞത്? ഇമാം മാലിക്. അപ്പൊ മൗലിദാഘോഷം അന്ന് ദീനാണോ? അല്ലാന്ന് അൽ മുഅല്ലിം മാസിക. പിന്നെ ഇന്ന് ദീനാവോ? ആവൂലാന്ന് ഇമാം മാലിക്. എളുപ്പല്ലേ മനസ്സിലാക്കാൻ? അന്ന് ദീനാണോ? അല്ലാന്ന് അൽ മുഅല്ലിം മാസിക. അന്ന് ദീനല്ലാത്ത ഇന്ന് ദീനാവൂലാന്നാര്? ഇമാം മാലിക്. അപ്പൊ മൗലിദാഘോഷം എന്തല്ല? ദീനല്ല. ഇനി ദീൻ ഉണ്ടാക്കിയാൽ അത് സഹാബത്തിനെ ചോദ്യം ചെയ്യലല്ലേ? അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം. കേട്ടോളൂ, നിങ്ങൾ അമ്പലക്കടവ് തന്നെ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് നമുക്ക് കൈമാറി തന്ന ദീനിന്റെ ആചാരങ്ങൾ ചോദ്യം ചെയ്യുന്ന പ്രവണത അക്ഷരാർത്ഥത്തിൽ അത് ഇസ്ലാമിന്റെ തനിമ നിരാകരിക്കലാണ് എന്ന യാഥാർത്ഥ്യം നാം അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോ ആ നിലക്ക് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് സ്വീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യലാണ്, അത് ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, ഈ കാര്യം നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടത് തന്നെയാണ്. പിന്നെ മൂപ്പരിവിടെ പറഞ്ഞ വേറെ വിഷയം എന്താണ്? കൈകെട്ടുന്ന വിഷയം. കൈകെട്ടുന്ന വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ കുറച്ച് മുജാഹിദീങ്ങളല്ലാതെ ലോകത്തെവിടെയും നെഞ്ചത്ത് കൈവെക്കണോരില്ല. ആദ്യം പറഞ്ഞു സഹാബത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആയി വന്ന ഹദീസിൽ ഏറ്റവും സ്വഹീഹായ ഹദീസ്, വലഅ യദഹുൽ യുംനാ അലാ യദിഹിൽ യുസ്റാ അലാ സദ്രിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ തൻ്റെ കൈ എവിടെയാ വെച്ചത്? വലഅ യദഹുൽ യുംനാ, തൻ്റെ വലത് കൈ പ്രവാചകൻ വെച്ചു. അലാ യദിഹിൽ യുസ്റാ, തൻ്റെ ഇടത് കൈയിന്മേൽ അലാ സദ്രിഹി, നെഞ്ചത്ത് വെച്ചു. അപ്പോൾ ഇവർ പറയാം നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ അയാ സ്വതയിൽ നിന്നാണ്, നെഞ്ചിൻ്റെ അടുത്ത് നിന്നാണ്, താഴെ നിന്നാണ് എന്ന വ്യാഖ്യാനം. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ തൽക്കാലം വെക്ക്. എന്ത് നെഞ്ചിന് താഴെ എന്ന് ചില കിതാബിൽ കാണാം, വിശദീകരണത്തിൽ. ഇതിൻ്റെ നല്ല പൊതുവെ ചർച്ച ചെയ്യുന്നിടത്ത് കാണാം. അസ്നൽ മത്വാലിബ് എന്ന് പറയുന്ന കിതാബ് പരിശോധിക്കുക നിങ്ങൾ. അതിൽ കാണാം നെഞ്ചിന് താഴെ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? കേട്ടോളൂ. വൽ ഹിക്മത്തു ഫി ജഅലിഹിമാ തഹ്ത സ്വദരി. നെഞ്ചിന് താഴെ, തഹ്ത സ്വദർ, നെഞ്ചിന് താഴെ കൈവെക്കണം എന്നതിലുള്ള ഹിക്മത്ത് എന്താണത്? ആ കൈകൾ രണ്ടും ആവാനാണ് ഫൗഖ അഷ്റഫിൽ അഅ്ളാ, ശരീരത്തിലെ ഏറ്റവും മാന്യമായ ഏറ്റവും ശ്രേഷ്ഠമായ അവയവത്തിൻ്റെ മുകളിൽ ആവാൻ വേണ്ടിയാണ് നെഞ്ചിന് താഴെ വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓ അഹുവൽ ഖൽബു, ആ അവയവം കൽബാണ്. ഫഇന്നഹു തഹ്ത സ്വദരി, അത് നെഞ്ചിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ നെഞ്ചിന് താഴെ എന്ന് പറയുന്നത് എന്താ? വയറ്റത്ത് എന്നല്ല, പിന്നെന്താ? നെഞ്ചിൻ്റെ തന്നെ താഴ്ഭാഗത്താ ഹൃദയമുള്ളത്. നെഞ്ചിൻ്റെ തന്നെ താഴ്ഭാഗത്തായി വെക്കുന്നത്, മേലെ കൊണ്ടേ വെക്കണ്ട. നെഞ്ചുമ തന്നെയാണ് അതിന് താഴ്ഭാഗത്ത് വെക്കുക. തീരുമാനിക്കുക എളുപ്പമുണ്ട്. ഹൃദയം എവിടെ ഉള്ളത് നോക്കുക, എളുപ്പമുണ്ട്. ഹൃദയം എവിടെ? നെഞ്ചത്തുള്ളവർ അവിടെ വെക്കുക, വയറ്റത്തുള്ളവർ അവിടെ വെക്കുക, തലയുള്ളവർ അവിടെ വെക്കുക.
മുട്ടുംകാലമുള്ളവർ അവിടെ വെക്കുക എന്നല്ല. എന്താ പേര് പറയാ? ഇത്ര പേരുള്ളൂ. എവിടെ ഹൃദയം അവിടെ വെക്കുക. ഇതാണ് വിഷയം. എനിക്ക് കേൾക്കണം, മഹല്ലി പറഞ്ഞ കേൾക്കണോ? നമുക്ക് മഹല്ലി എന്താ പറഞ്ഞത്? ഈ മയ്യത്ത് നിസ്കാരത്തിനെ സംബന്ധിച്ച് പറയുകയാണ്. അവിടുന്ന് കൈ എങ്ങനെ എടുക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യം പറയാണ്. വയുസന്നു റഫ്ഉ യദൈഹി ഫി തക്ബീറാത്തി ഫീഹാ ഹദ്വ മൻകിബൈഹി വവദ്ഉഹുമാ അലാ സദ്രിഹി കഗൈരിഹാ മിനസ് സ്വലവാത്ത്. മറ്റു നമസ്കാരങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ നെഞ്ചത്ത് നിന്ന് എന്ത് ചെയ്യണം? ഈ കൈ ഉയർത്തണം. ഏതുവരെ? ഈ ചുമല് വരെ കൈ ഉയർത്തണം. എന്നിട്ട് വദ്ഉഹുമാ അലാ സദ്രിഹി എന്ത് ചെയ്യണം? നെഞ്ചത്ത് വെക്കണം. അലാ സദ്രിഹി മഹല്ലിൽ. ഇങ്ങളും ഇങ്ങനെ എത്ര ഉണ്ട് സഹോദരങ്ങളെ? അപ്പോൾ അതാണ് അതിൻ്റെയും സ്ഥിതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് കേൾക്കണം, നിങ്ങൾക്ക് ഇവരുടെ പാഠപുസ്തകം കിതാബുൽ ഫിഖ് ഹനഫി കുട്ടികൾക്ക് വേണ്ടി ഇവരിറക്കണം. ഇത് എ പി വിഭാഗത്തിൻ്റെ ആണ്. ഇത് ഇവരുടെ അമ്പലക്കടവിൻ്റെ ടീമിൻ്റെ. രണ്ടിലും ഉണ്ട്. നമ്മൾ ഇവിടെ വായിക്കേണ്ടതാണല്ലോ, ഇവിടെ വായിക്കണ്ടേ. ഇത് പറയാണ് പിന്നെ അൽ ജുസു സാലിസ് എന്നും പറഞ്ഞിട്ട് ദറജത്തി റാബിയ എന്ന് പറഞ്ഞ് 4ാം ക്ലാസ്സിക്ക് വേണ്ടി ഇറക്കിയതാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. മറ്റത് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡാണ്. അമ്പലക്കടവിൻ്റെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ഇതിലിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് അറബി മലയാളത്തിൽ, വലത് കൈ ഇടത് കൈയിന്മേലായി പുരുഷൻ പുക്കിളിൻ്റെ താഴെയും സ്ത്രീ നെഞ്ചത്തും വെക്കുക. ഹനഫി കുട്ടിയൊക്കെ വേണ്ടി ഇറക്കിയാണ്. സ്ത്രീ എന്ത് ചെയ്യുക? നെഞ്ചത്തും വെക്കുക. അപ്പോൾ അവിടെ ഓലിക്ക് വഹാബിച്ചിയാളാവാൻ മൂപ്പർ പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? ലോകത്തെവിടെ ഇല്ല, ഇവിടെ കേരളത്തിൽ കുറച്ച് മുജാഹിദീങ്ങളല്ലാതെ നിങ്ങളെ പാഠപുസ്തകത്തിലല്ലേ മുസ്ലിയാരെ ഇത് പറഞ്ഞത്? നിങ്ങൾ എന്തിനാ വെറുതെ മനുഷ്യന്മാരെ കബളിപ്പിക്കണേ? നിങ്ങളുടെ 4ാം ക്ലാസ് കഴിക്കിയ ഫിഖഹിൻ്റെ പുസ്തകത്തിലല്ലേ ഈ പറഞ്ഞത്? ഇതിലല്ലേ സ്ത്രീകൾ ഹനഫി കുട്ടിയാക്ക് വേണ്ടി നിങ്ങൾ ഇറക്കി? അതിനെന്താ തെളിവ്? ഏതായത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ്? നിങ്ങൾ ആലോചിക്ക്. അവ സ്ത്രീകൾക്ക് നെഞ്ചത്ത് വെക്കാ അല്ലേ? ഇനി ഇതിന് അലാന്നോ ഇന്താന്നോ തഹ്തൊന്നും പറയാൻ വയ്യ. അറബി മലയാളത്തിലാണ്. എന്താ ഉള്ളത്? സ്ത്രീ നെഞ്ചത്തും വെക്കുക. അറബിയാണ് നെഞ്ചത്തും എന്ന് പറഞ്ഞാൽ ഏതാ? ഇന്ത്. നിങ്ങൾ ആലോചിക്കുക. അപ്പം ഇതിനൊക്കെ എന്താ ഇനി പറയാൻ ഉണ്ടാവുക? ഉണ്ടെങ്കിൽ പറയട്ടല്ല, അപ്പം എന്താ ചെയ്യുക അടുത്ത പ്രാവശ്യം? ഇനി സഹോദരങ്ങളെ, അതിൻ്റെ കഥ അങ്ങനെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സഹാബിയും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചെയ്തു, പിന്നെ സഹാബത്തെ ചെയ്യാതൊക്കെ സല്ലു കമാ റഅയ്തുമൂനി യുസല്ലി എന്നല്ലേ പറഞ്ഞത്. നിങ്ങളുടെ പുസ്തകത്ത് വരെ പറഞ്ഞു. ഇനി തഹ്ത സദർ എന്ന് പറയുന്ന സ്ഥിതി ഞാൻ പറഞ്ഞു, ഖൽബിൻ്റെ മേലെ ആവാൻ വേണ്ടിയാണ്. ഇനി മദ്ഹബിൽ അങ്ങനെ വീക്ഷണം ഉണ്ടെങ്കിൽ, ഷാഫി മദ്ഹബിൽ ഈ വയറ്റത്ത് വെക്കുന്ന വീക്ഷണം ഉണ്ടെങ്കിൽ, ഇമാം ഷാഫി എന്താ പറയുക? ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്നല്ലേ? ഹദീസ് സ്വഹിയായാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്നല്ലേ? ഇദാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ ഫഅമലൂ ബിൽ ഹദീസി വദരിബൂ കലാമിൽ ഹായിത്തു എന്നല്ലേ? വല്ല അഭിപ്രായവും ഹദീസിനോട്, എൻ്റെ അഭിപ്രായം ഹദീസിനോട് വിയോജിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഹദീസ് എടുക്കുക, എൻ്റെ അഭിപ്രായം ഒഴിവാക്കുക എന്നാണ്. ഇനി സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബിദ്അത്തുകൾ എന്തെല്ലാം പേരിലാണ് നാട്ടിൽ വരുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ. ബിദ്അത്ത് എന്തെല്ലാം പേരിലാണ് നാട്ടിൽ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാൽ അങ്ങനെ ബിദ്അത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ പറയാം, ഇപ്പം നാരിയത്ത് സ്വലാത്ത് ഇങ്ങനെ കുറേ സംഗതിയില്ലേ അല്ലേ? നമ്മൾ എന്തിനാ ഈ സ്വലാത്തിനാണോ നമ്മൾ എതിർക്കണത്? ഇപ്പോൾ റസൂലുള്ളാഹിയുടെ ജന്മദിനാഘോഷം നമ്മൾ എന്തിനാ റസൂലുള്ളാഹിനെ സ്നേഹിക്കണതിനെ എതിർക്കണത്? അല്ല. സ്വലാത്തിനെ എതിർക്കണത്? അല്ല. പിന്നെന്താണ്? അന്നൊരു സ്പെഷ്യൽ സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇതാ വിഷയം. അന്നൊരു പ്രത്യേക ദിക്ർ പഠിപ്പിച്ചിട്ടില്ല. റബീഉൽ അവ്വൽ മാസത്തിലോ 12-നോ പ്രത്യേക ദിക്ർ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല, സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇതാ വിഷയം. നിങ്ങൾ മനസ്സിലാക്കണം. തർക്കം എന്താണ്? സ്നേഹിക്കണമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല, അവൻ വിശ്വാസിയല്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാനായിരിക്കണം അവന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അതുവരെ അവൻ വിശ്വാസിയല്ല. നിങ്ങൾ ഒരാളും അതുവരെ വിശ്വാസിയാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തർക്കമില്ല. സ്വലാത്തുണ്ടോ? അതിലും തർക്കമില്ല. മൻ സ്വല്ല അലയ്യ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ.
ആരെങ്കിലും എന്റെ മേൽ ഒരൊറ്റവട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 തവണ അനുഗ്രഹം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തർക്കമില്ല. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതെ ഇരുന്നവനാണ്, അവനാണ് പിശുക്കൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തർക്കമില്ല. പിന്നെന്താ, റബീഉൽ അവൽ മാസത്തിൽ ഒരു സ്പെഷ്യൽ സ്വലാത്ത് ഇല്ല. അത് മാസത്തിലെ 12 സ്പെഷ്യൽ സ്വലാത്ത് ഇല്ല. ഇതാ വിഷയം. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഓരോ സമയത്ത് പ്രവാചകൻ പഠിപ്പിക്കാൻ സ്വലാത്ത് ഉണ്ടാക്കാൻ പറ്റൂല എന്ന് അമ്പലക്കടവ് പറയാണ്. മൂപ്പരോട് ചോദിക്കുകയാണ്, കേൾക്കങ്ങൾ മൂപ്പരോട് ചോദിക്കുകയാണ്, നിസ്കാര ശേഷം ചിലയിടത്തൊക്കെ ഒരു സ്വലാത്ത് പുണ്യായി കാണണ്ടല്ലോ, ഒരു പ്രത്യേകമായിട്ട് കാണുന്നുണ്ടല്ലോ, എന്താ എൻ്റെ വിധിയിൽ? ഒരു പറയാണ്, നമ്മളെ ചെറുപ്പത്തിൽ നിന്ന് കണ്ടിട്ടില്ല, ഏപ്പിക്കാരെ ഉണ്ടാക്കിയോ തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ഓല് 3 ആക്കി, അപ്പം നമ്മൾ 10 ആക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വലാത്ത് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്നർത്ഥം. ആര്യ സ്വലാത്തൊക്കെ പെട്ടതാവും ചിലപ്പോൾ. ഏതായിരുന്നാലും അങ്ങനെയുള്ള സ്വലാത്ത് കാര്യങ്ങളൊക്കെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടോ സ്വലാത്ത് എപ്പോഴും ചൊല്ല, പക്ഷെ ഇന്ന സമയത്ത് റസൂൽ പഠിപ്പിക്കാത്ത സ്ഥലത്ത് പ്രത്യേകം ഇന്ന സമയത്ത് പുണ്യമുണ്ടെന്ന് കരുതി ചൊല്ലിയാൽ അത് തടയപ്പെടണം, അനാചാരാണ് എന്ന് പറഞ്ഞ് അസ്സലായി നമ്മളെ അമ്പലക്കട ഹമീദ് ഫൈസി വിശദീകരിക്കുന്നു. നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല. ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ ഏപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലപ്പോൾ 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചൊല്ല. പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരൻ്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചൊല്ല, 3ഉം ചൊല്ല, 5ഉം ചൊല്ല, 10ഉം ചൊല്ല. പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാൻ്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അഭിവന്ദനായ ശംസുലമ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് ഇതേമാതിരി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട്, സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. അപ്പം ഈ സമീപനം ഇതുണ്ടല്ലോ, ഈ സമീപനം മൗലിദാഘോഷത്തിലേക്ക് ബാധകമാക്കിയാൽ സുന്നികൾക്കും മുജാഹിദുകൾക്കിടയിലുള്ള ഈ വിഷയത്തിൽ തർക്കം തീർന്നു. എന്തേ? സ്വലാത്ത് ഇസ്ലാമിൽ നമുക്ക് 2 കൂട്ടർക്കും തർക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവൽ മാസത്തിലോ ആ മാസത്തിലെ 12-നോ ഒരു SP സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല, അതിലും തർക്കമില്ല. അൽ മുഅല്ലിം മാസിക ഞാൻ വായിച്ചു, അതിലും തർക്കമില്ല. ഇനി അങ്ങനെ ഒരു സ്പെഷ്യൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് തടയപ്പെടേണ്ടതല്ലേ, അത് അനാചാരല്ലേ, സ്വലാത്ത് അല്ലേ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇത് നിർത്തേണ്ടതായിരുന്നു. മൂപ്പരെന്താ പറഞ്ഞത്? തടയണം, പറ്റൂല. ഇതേ വിഷയം ഇങ്ങോട്ട് ബാധകാക്കുക. നിസ്കാര ശേഷം പ്രാർത്ഥന അല്ലേ, ഉണ്ട്, തർക്കമില്ല. പക്ഷെ ഇമാം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയും ഉറക്കെ ദുആ ചെയ്യുകയും മഅ്മൂമുകൾ ആമീൻ പറയുകയും ചെയ്യുന്ന സമ്പ്രദായം ആ സുന്നത്ത് മാത്തിലില്ല. സ്വലാത്തുണ്ട്. നിസ്കാര ശേഷം സ്വലാത്ത് ചൊല്ലിയപ്പോ മറ്റേ ഇ കെ ബക്കർ മുസ്ലിയാർ തടഞ്ഞു എന്നാ പറഞ്ഞത്. സ്വലാത്ത് തടഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, മൗലിദാഘോഷത്തിന്റെ വിഷയം, അതുപോലുള്ള നമുക്കിടയിൽ തർക്കത്തിലുള്ള വിഷയമില്ലേ, ആ വിഷയങ്ങൾക്കൊക്കെയുള്ള ആ എന്ത് ചെയ്യണമെന്നതിനുള്ള പരിഹാരമാണ് ഈ അമ്പലക്കടവിന്റെ ഈ വാചകങ്ങളെന്ന് ഇനിയെങ്കിലും പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? മുജാഹിദീങ്ങൾക്ക് സ്വലാത്ത് ഇല്ലാന്നാ? ഇല്ലേ? ഇവിടെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മകളൊക്കെ പറയുന്നുണ്ട്, നിങ്ങളും പറയുന്നുണ്ടാവില്ലേ? പറയേണ്ടതല്ലേ? ആർക്കാ തർക്കം? എന്നിട്ടില്ല എന്ന് പറയാ. ഇനി സഹോദരങ്ങളെ, മയ്യത്ത് ഞാൻ അവസാനിപ്പിക്കുക. മയ്യത്തുണ്ടോ ദിക്റിലുള്ള വിഷയം ഇസ്ലാമിലുണ്ടോ? ഇല്ല. ദിക്റോ? സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ വിഷയത്തിൽ പിന്നെ നമ്മുടെ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചിരിക്കുന്നത് വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമതി ഇസ്തംബത ശാഫിഈ വമൻ ഇത്തബഅഹു
ഈ ആയത്ത് ഇമാം ശാഫിഈയും അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകളും തെളിവ് പിടിച്ചത് എന്തിനാ? അന്നൽ ഖിറാഅത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ. മയ്യത്തിന്റെ അരികിൽ ഖുർആൻ ഓതിയിട്ട് അതിന്റെ കൂലി മയ്യത്തിന് കിട്ടണമെന്ന് ഹദിയ ചെയ്താൽ ലാ യസിലു, കിട്ടൂല, എത്തൂല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം ഇത് അവരുടെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല, അവർ ചെയ്തിട്ടില്ല, അവരുടെ അമലിൽപ്പെട്ടതല്ല. ഇനിയോ അദ്ദേഹം പറയുകയാണ്, വലിദാലിക ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു. ഇതുകൊണ്ടാണ് പ്രവാചകൻ തന്റെ ഉമ്മത്തിന് ഇത് പുണ്യമായി പഠിപ്പിക്കാതിരുന്നത്. പ്രവാചകൻ പുണ്യമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ വലാ ഹസ്സഹും അലൈഹി, അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാ, വ്യക്തമായോ വ്യംഗ്യമായോ ഒരു സൂചന പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ നൽകിയിട്ടില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദ മിനസ് സ്വഹാബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സഹാബി മരിച്ചെടുത്ത് ഖുർആൻ ഓതിയതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, മരിച്ചെടുത്ത് ഖുർആൻ ഓതൽ ഖൈറായിരുന്നെങ്കിൽ നമ്മേക്കാൾ മുമ്പിൽ അവരുണ്ടാകുമായിരുന്നല്ലോ, ചെയ്തിട്ടില്ല. മരിച്ചു കൊടുത്തുള്ള ഖുർആൻ ഓത്തിന്റെ വിഷയം മയ്യത്തുനുമ്പ് ദിക്റല്ലോ. ഇമാം നവവി പറഞ്ഞു തന്റെ അദ്കാറിൽ, ഫഅലം അന്ന സ്വവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹും, സലഫു സ്വാലിഹീങ്ങൾ ആയിരുന്ന മാർഗ്ഗമാണ് നീ ചെയ്യേണ്ടത്. സഹാബത്ത് മരിച്ചെടുത്ത് ഖുർആൻ ഓതിയില്ല, സഹാബത്തിന്റെ അഭിപ്രായം സ്വീകരിക്കണം എന്നല്ലേ പറഞ്ഞേ അല്ലേ? എന്നിട്ടോ സുന്നത്തെ മാത്ത് ഏതാ യഥാർത്ഥം? ആ സഹാബത്തിന് മാർഗ്ഗം സ്വീകരിക്കണോല്ലേ. അപ്പോൾ മരിച്ചെടുത്ത് ഖുർആൻ ഓതുന്നോലോ ഓതാത്തോലെ സഹാബത്ത് ഓതിയിട്ടില്ല വിചാരല്ലോ. ഇനി മയ്യത്തുണ്ടാകുമ്പോഴോ ഫഅലം, നീ അറിയുക, അന്ന സ്വവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹും, മയ്യത്തുണ്ടാകുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്ന് പറഞ്ഞ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? സലഫു സ്വാലിഹീങ്ങൾ ആയ മാർഗ്ഗം നീ സ്വീകരിക്കുക, ചെയ്യുക. അതെന്താണ്? അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോവുക. ഫലാ യുർഫഉ സൗതുൻ ബിദിക്രിൻ വലാ ഖിറാഅ, അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതിക്കൊണ്ടോ ഖുർആൻ ദിക്ർ ചൊല്ലിക്കൊണ്ടോ ലാ യുർഫഉ സൗതുൻ, ശബ്ദമുയർത്തപ്പെടാൻ പാടുള്ളതല്ല. എന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ചിന്തിച്ച് പോകേണ്ട നേരാണ്, മരണത്തെക്കുറിച്ച് ആലോചിച്ച് പോകേണ്ട നേരാണ്, ഖബർ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് പോകേണ്ട നേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഫലാ തഗ്തറന്ന ബികസറത്തി മൻ യുഖാലിഫുഹു, ഇതിനോട് വിയോജിച്ചുകൊണ്ട് മയ്യത്തുണ്ടാകുമ്പോൾ കൂടുതൽ ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പോണവരാണോ, നീ വഞ്ചിതനായി പോകണ്ടട്ടോ, നീ ദിക്ർ ചൊല്ലി പോകണ്ടട്ടോ. അപ്പോൾ സഹാബത്തിന് മാർഗ്ഗം ഏതാ? സഹാബത്തിനെ സ്വീകരിക്കണം എന്നല്ലേ പറഞ്ഞത്? സഹാബത്തിന് മാർഗ്ഗം ഏതാ? മയ്യത്തുനോ ദിക്ർ ചൊല്ലൽ ഇല്ല എന്ന് നമ്മൾ പറയല്ല, ഖാസിമി തന്നെ പറയുന്നു, കേട്ടോളൂ. സഹാബത്തിന് മാർഗ്ഗം മിണ്ടാതെ കൊണ്ടുപോകലാണ്. ഇബറത്താണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫു, സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല, ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകളും പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാ. 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫു, സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല, അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയണം, അവന് തമാശ. അപ്പം എന്താ പറഞ്ഞത്? മയ്യത്തുണ്ടാവും എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഇന്ന് മുജാഹിദീങ്ങൾ ചെയ്യണ മാതിരിയാണ് സഹാബത്ത് ചെയ്തത് എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങൾ മിണ്ടാതല്ലേ കൊണ്ടുപോല് അല്ലേ?
അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പോലെ പറഞ്ഞാൽ വർത്താനൊക്കെ പറയാ, ദിക്റെല്ലാം പറ്റൂല, നമ്മളെ രണ്ടും പറ്റൂല. വർത്താനം ഉണ്ടെന്ന് അത് ഒഴിവാക്കണം, ദിക്റെല്ലാം ഉണ്ടെന്ന് അത് ഒഴിവാക്കുക. ആ നേരത്ത് ഒരു നിലക്കും വർത്താനം കേൾക്കാൻ പാടില്ല, ഒച്ച ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മൾ പറഞ്ഞത് അതല്ലേ കാസിമി പറഞ്ഞത്. അതുകൊണ്ട് ഇനി നമ്മുടെ നാട്ടിലെ ഈ മഹല്ലത്തിൽ ആരെയും മരിച്ചാൽ കാസിമി പറഞ്ഞ ആ നിലയ്ക്കെങ്കിലും മിണ്ടാതെ കൊണ്ടുപോകുമോ? സഹാബത്തിൻ്റെ മാർഗം അതല്ലേ. അപ്പം ആ മിണ്ടാതെ കൊണ്ടുപോകണം ഞങ്ങളല്ലേ ശരിക്കും സുന്നത്ത് മാതിരി മാർഗത്തിൽ. മറ്റത് മിഥ്യയല്ലേ ആ സുന്നത്ത് മാതി എന്ന് പറഞ്ഞാൽ അല്ലേ? നിങ്ങൾ ആലോചിക്കൂടി എന്താണ് ഞങ്ങൾ ഈ പറഞ്ഞത്. ഒരു പക്ഷേ ഞങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് അവസരം കിട്ടി എങ്കിൽ ഇപ്പോൾ പഠിച്ചോളി നിങ്ങൾ. എന്നാൽ ഈ സ്വലാത്ത് ഈ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റ് ചൊല്ലാൻ അമ്പലക്കടവ് ന്യായീകരണം കണ്ടെത്തുന്ന കണ്ടോളി. ഇത്തരത്തിലുള്ള ചർച്ചയും ഗ്രൂപ്പും പ്രശ്നവും പറഞ്ഞാൽ ഇവർ ജനാസ ഉണ്ടാകാതെ കൊണ്ടുപോകുന്ന മസ്വര കൊണ്ടുപോകുക. എന്നിട്ടോ ഈ കൂട്ടത്തിൽ സംസാരിക്കാതെ പോകുന്ന ഏക ആളുകൾ ആരെയാണെന്നോ ആ ജനാസ വഹിച്ച 3-4 ആളുകൾ. അവരെന്താ സംസാരിക്കാതെ തട്ടുകൊണ്ട അല്ല, മയ്യത്തിന്റെ ഭാരം കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയാഞ്ഞിട്ടാ, ഇല്ലെങ്കിൽ അവരും ആ ചർച്ചയിൽ പങ്കാളിയാവും. ഇമാതിരി ഭൗതിക സംസാരങ്ങൾ മുഴുകിക്കൊണ്ട് ജനാസ കൊണ്ടുപോകുമ്പോൾ അവർ കൊണ്ടുപോകുമ്പോൾ അപ്പോഴും നമ്മൾ ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആഖിറത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വേണം മയ്യത്ത് കൊണ്ടുപോകാൻ എന്ന് ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ച് വളരെ കൃത്യമായി നമ്മളെ കൊണ്ടുപോകാൻ റെഡിയായി ജനാസക്ക് എടുത്തു വെച്ച് ആളുകളൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്ത് കാരണം രംഗത്ത് വരും. ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങാതെ മനസ്സിലാകുമ്പോഴേക്ക് രംഗത്ത് വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ദൈവമല്ലാതെ നമ്മൾ ഏറ്റുചൊല്ലും. അയാൾക്ക് എന്താ പറഞ്ഞ് മയ്യത്തുണ്ടാവും പരലോകത്തെക്കുറിച്ച് ആഖിറത്തിനെ കുറിച്ച് ഖബറിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പോകേണ്ടതെന്നുള്ള ഇസ്ലാമിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അതെ ആലോചിച്ചുകൊണ്ടാണ് പോകേണ്ടത്, ചൊല്ലിക്കൊണ്ടല്ല. ആഖിറത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആഖിറത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വേണം മയ്യത്ത് കൊണ്ടുപോകാൻ എന്ന് ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ച് വളരെ കൃത്യമായി നമ്മളെ കൊണ്ടുപോകാൻ റെഡിയായി. അങ്ങനെ വർത്താനൊക്കെ തുടങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. അങ്ങനെ ഉണ്ടായാൽ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് മനുഷ്യന്മാരൊക്കെ മയ്യത്ത് ഇങ്ങനെ എടുക്കുക പറയുന്നത്. അപ്പോഴോ ആൾക്കാരൊക്കെ വർത്താനം ഇങ്ങനെ തുടങ്ങിയാൽ ഒരു കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നോ? അപ്പം നിങ്ങൾ ആലോചിച്ച് ഇതൊക്കെയാണ് അതിൻ്റെ സ്ഥിതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അവസാനിപ്പിക്കുകയാണ്. അപ്പം ആ നിലക്ക് ഇത്തരത്തിലുള്ള യാതൊരു സംഗതിയും അതിന് ന്യായീകരണമല്ല. നിങ്ങൾ നോക്കി വെള്ളിയാഴ്ച ഇമാമ് ഖുത്ബ നടത്തി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ആ കാണുന്ന നമ്മൾ ഇടുന്നില്ല, നമുക്ക് ചതിഞ്ഞപ്പോൾ എൻ്റെ ഒന്നല്ല നിങ്ങൾ ക്ലോസ് ചെയ്താൽ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ ഈ പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ കൊണ്ടുപോകണം. പക്ഷെ ആൾക്കാർ വർത്താനം പറയുന്നുണ്ട്, അതുകൊണ്ട് ദിക്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ പറയാം. ഈ മിമ്പറിൽ ഇങ്ങനെ ഖത്തീബ് ഇങ്ങനെ ഖുത്ബ നടത്തി കൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വർത്താനം പറയാം. അപ്പോൾ ഇമാമ് പറയാം ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളിയും. അല്ല, മിണ്ടരുത് എന്ന് പറയണം. ഏതായാലും മിണ്ടല്ല, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി. കാരണോളി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ പറ്റൂല, അബടിയോ പറ്റൂല, അതാ സംഗതി. അപ്പോൾ സഹോദരങ്ങളെ, വിഷയങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം, സ്വഹാബത്തിൻ്റെ മാർഗം, അതിലേക്ക് വരിക, യഥാർത്ഥ സുന്നത്തി ജമാഅത്തിലേക്ക് വരിക. ഇതിലേക്കാണ് മുജാഹിദുകൾ, ഈ സലഫികൾ ഈ സമൂഹത്തെ ക്ഷണിക്കുന്നത്. അല്ലാത്ത മാർഗം തെറ്റിൻ്റെതാണ്. 1073 കക്ഷികളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തീങ്ങൾ ഭിന്നിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ആ ഭിന്നിപ്പിൻ്റെ സന്ദർഭത്തിൽ ഒരൊറ്റ കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നതെന്ന് അവിടുന്ന് പഠിപ്പിച്ചതാണ്. ആരാണ് ആ കക്ഷി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും എന്ന ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ അവരാണ് സ്വർഗത്തിൽ, അല്ലാത്തവർ നരകത്തിലാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബിനെ ഓർത്ത് തൗബ ചെയ്യുക. ഖബറിൽ നമ്മൾ ഒറ്റക്കാ കിടക്കേണ്ടത്, പരലോകത്ത് വിചാരണ നേരിടേണ്ടത് നമ്മൾ ഒറ്റക്കാണ്. ആ ബോധത്തോട് കൂടെ റബ്ബേ മുഹൈദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഞാൻ ദുആ ചെയ്തു പോയിട്ടുണ്ട്, ഇസ്തിഗാസ ചെയ്തു പോയിട്ടുണ്ട്, തേടിയിട്ടുണ്ട്. നാഥ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് റഹ്മാനായ റബ്ബിനോട് തൗബ ചെയ്യുക. മൗലിദാഘോഷത്തിൽ കഴിഞ്ഞ തവണ പങ്കെടുത്തു പോയോ? തൗബ ചെയ്യുക. നാഥ, അറിയാതെ ചെയ്തു പോയതാണ്, പുറത്തുകൊണ്ട് മാപ്പാക്കണം. ബിദ്അത്ത് ചെയ്ത മനുഷ്യന്മാർക്ക് പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ സാധ്യമല്ല. ഈ ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ ബോധത്തോടെ കഴിഞ്ഞ മൗലിദാഘോഷത്തിൽ പങ്കെടുത്തെങ്കിൽ, അതിന് പിരിവ് ചോദിച്ചപ്പോൾ കൊടുത്തെങ്കിൽ തൗബ ചെയ്യുക. റബ്ബേ, അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, അറിയാതെ ചെയ്തു പോയതാണെന്ന് തൗബ ചെയ്യുക. ഇനി ആ റബീഉൽ അവ്വൽ വരുമ്പോ, പിരിവിന് വരുമ്പോ
അവരുടെ ബഹുമാനവും കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കോ. പക്ഷെ ബിദ്അത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് ചെലവഴിക്കാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആ നിലക്ക് തൗഹീദ് സ്വീകരിക്കുക, സുന്നത്ത് സ്വീകരിക്കുക, അള്ളാഹുലേക്ക് മടങ്ങുക. സഹോദരങ്ങളെ, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ, സത്യമായ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം സ്വീകരിക്കുക. മിഥ്യയായിട്ടുള്ള ആ സുന്നത്ത് ജമാഅത്തിന്റെ പേരിലുള്ള ഡ്യൂപ്ലിക്കേറ്റിനെ ഒഴിവാക്കുക എന്നതാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരുമാറാവട്ടെ. അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ നിലക്ക് സത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യത്തിന്റെ കൂടെ ജീവിക്കുന്ന ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ها خيبر قد خربت وها الناظر اندحرت. ها خيبر قد خربت وها الناظر اندحرت. بقوة الإسلام والسيف والسهام. بقوة الإسلام والسيف والسهام. بقوة الإسلام وبالهتاف الحق وباعتقاد الصدق. بمبدأ التوحيد ورحمة المجيد. وبالهتاف الحق وباعتقاد الصدق.